ഒരു ബിസിനസ് ഓണർ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതേ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കസ്റ്റമറുമായി ഒരു അളവിന് മുകളിൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാതിരിക്കുക. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കസ്റ്റമറുമായി ഒരുപാട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമ്മളെ ഒരിക്കലും വിട്ടുപോവില്ല, നമുക്ക് ഇനി കൂടുതൽ കൂടുതൽ ഓർഡർ കിട്ടും എന്നുള്ള പല പ്രതീക്ഷകളിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ബന്ധം ഡെവലപ്പ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാൻ പോവും, ഇടയ്ക്ക് അവരെ ഡിന്നറിന് വിളിക്കും, പിന്നെ ഫാമിലിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ലാസ്റ്റ് സംഭവിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ? കസ്റ്റമർ എന്നുള്ളതിനേക്കാൾ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് അവിടെ ബന്ധം ഡെവലപ്പ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് നാളെ ഒരു പേയ്മെന്റ് ചോദിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരുന്നു. സാധാരണ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, നമുക്ക് ഒരു ഫ്രണ്ടിനോട് പേയ്മെന്റ് ചോദിക്കുമ്പോൾ സാധാരണ ഒരു കസ്റ്റമറോട് ചോദിക്കുന്ന പോലെയല്ല, ഒരു ഫ്രണ്ടിനോട് പേയ്മെന്റ് ചോദിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മടി ഉണ്ടാവും, എങ്ങനെ ചോദിക്കുക എന്നുള്ളത്. ശരിയല്ലേ? അതേപോലെ തന്നെ, അപ്പൊ പേയ്മെന്റ് ചോദിക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് നാളെ ഓക്കെ ഒരു ചെറിയ അപ്രൂവൽ വേണം. ഓക്കെ, ആ പ്രോഡക്റ്റിന്റെ അപ്രൂവൽ വേണം. ഓക്കെ, ഇതിനെല്ലാം പോകുന്ന സമയത്ത് ആ കസ്റ്റമർ എന്താ വിചാരിക്കുക? റിലേഷൻഷിപ്പിനെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ചിന്ത കസ്റ്റമർക്ക് വരാൻ തുടങ്ങും, അല്ലെ? അതുപോലെ നാളെ കസ്റ്റമർ ഇങ്ങോട്ടേക്ക് പേയ്മെന്റ് തരാനുണ്ടെങ്കിൽ ആ പേയ്മെന്റ് അവർക്ക് ചില സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ആ പേയ്മെന്റ് അവർക്ക് തരാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ റിലേഷൻഷിപ്പിന്റെ ബേസിസിൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, അവരുടെ സ്റ്റാഫിനെ വെച്ച് നമ്മളെ വിളിപ്പിക്കും. നമ്മളെ വിളിപ്പിച്ചിട്ട് പറയും, ഇതുമാതിരി ഞാൻ സാറ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ഇപ്രാവശ്യം ഭയങ്കര കുറച്ച് ടൈറ്റ് ആണ്, അതുകൊണ്ട് പേയ്മെന്റ് തരാൻ പറ്റില്ല. ഓക്കെ, അപ്പോ അതൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ് എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് വിളിപ്പിക്കും. നമുക്ക് വീണ്ടും അങ്ങോട്ട് വിളിച്ചിട്ട് പേയ്മെന്റിന് പുഷ് ചെയ്യാൻ സാധിക്കുകയുമില്ല. ഇതേപോലെ പല 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 കാര്യങ്ങൾ ചെയ്തു വരുന്ന മാത്രമല്ല, ആ ഒരു തിൻ ലൈൻ, ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് കസ്റ്റമർ എന്നുള്ള റിലേഷൻഷിപ്പും ഫ്രണ്ട് എന്നുള്ള റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ തിൻ ലൈനാണുള്ളത്. ആ തിൻ ലൈൻ കടന്ന് കസ്റ്റമർ എന്നതിൽ നിന്നും നിങ്ങൾ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറിക്കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ ഒരു സപ്ലയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മെന്റർ ആയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും അവർ എടുക്കില്ല. അവർ ഒരു ഫ്രണ്ട് പറയുന്ന ഒരു വാക്കായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ചില കാര്യങ്ങൾ അവർ സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. ശരിയല്ലേ? ഇതിൽ ഞാൻ ഈ 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിൽ അവസാനത്തെ മൂന്നാമത് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് ഇറങ്ങാം. എന്തുകൊണ്ട് നിങ്ങൾ കസ്റ്റമറുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കാൻ പാടില്ല, ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകരുത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണ്? ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളാണ്. അല്ലെ, ചെയ്യേണ്ടല്ല, ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളാണ്. ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കംപ്ലീറ്റ് ഓട്ടോമേഷൻ ചെയ്തേക്കും, കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കും, നിങ്ങളുടെ ചെലവ് കുറയും, എല്ലാം ചെയ്യും. ഓക്കെ, പക്ഷേ നിങ്ങൾ 100% സിസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ, അവിടെ ഹ്യൂമൻ ടച്ച് ഇല്ലാതാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കസ്റ്റമറെ മാത്രമായിരിക്കില്ല, നിങ്ങളുടെ ജീവനക്കാരെ പോലെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്റർനെറ്റ് പ്രൊവൈഡറുടെ ഒരു 6 കണക്ഷൻസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടാവും, ഉണ്ടായിരുന്നു, ഇന്റർനെറ്റും ഫോൺ എല്ലാം കൂടെ ചേർത്തിട്ട്. ഓക്കെ, മാസം നല്ല എമൗണ്ടും അവർക്ക് ബില്ല് വന്നുകൊണ്ട് പേ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം എനിക്ക് വെബിനാർ നടത്തണം. ഓക്കെ, വെബിനാറിന്റെ ദിവസം കാലത്ത് ആ ഇന്റർനെറ്റ് വർക്കാവുന്നില്ല. ഓക്കെ, ഒന്നും തന്നെ വർക്കാവുന്നില്ല, കംപ്ലീറ്റ് സിസ്റ്റം ഇസ് ഡൗൺ. ഓക്കെ, ഞാൻ ആ സമയത്ത് അവരുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള 1 അമർത്തു, 2 അമർത്ത്, 3 അമർത്ത് എന്നുള്ള വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ പിന്നെ അവരുടെ സൈറ്റിലേക്ക് പോയി, സൈറ്റിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നടക്കുന്നത് എന്താണ്? അവിടെ ചാറ്റ് ബോട്ടാണ് സംസാരിക്കുന്നത്. ചാറ്റ് ബോട്ട് പറയുന്ന കാര്യങ്ങളല്ല എനിക്ക് സൊല്യൂഷൻ വേണ്ട. എന്താണ്? എനിക്ക് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ട്, അതിനകത്ത് എനിക്ക് ഇന്റർനെറ്റ് വന്നാൽ മാത്രമേ ഈ പ്രോഗ്രാം നടത്താൻ പറ്റുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഒരാളോട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടും എല്ലാം ചാറ്റ് ബോട്ടിനോട് സംസാരിച്ചു, കംപ്ലീറ്റ് സിസ്റ്റമൈസ്ഡ് ആണ്, അല്ലെ? 24/7 ആണെന്നുള്ള പറയാ. എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് അന്നത്തെ ആ പ്രോഗ്രാം എനിക്ക് വേറെ ദിവസത്തേക്ക് മാറ്റേണ്ടി വന്നു. എന്റെ ക്രെഡിബിലിറ്റി ആണ് എനിക്ക് അവിടെ നഷ്ടപ്പെട്ടത്. ഞാൻ പിറ്റേ ദിവസം തന്നെ ചെയ്ത് എന്താണ്, ആ സർവീസ് പ്രൊവൈഡറുടെ വേറൊന്നും പറയാനൊന്നും പോയില്ല. ആ സർവീസ് പ്രൊവൈഡറുടെ എല്ലാ സർവീസും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ 2 സർവീസ് പ്രൊവൈഡേഴ്സിന് ഞാൻ എന്റെ അക്കൗണ്ട് കൊടുത്തു. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്കും സംഭവിക്കുക. നിങ്ങൾ ഈ രീതിയിൽ ആലോചിച്ച് നോക്കൂ, ഈ ഒരൊറ്റ രീതിയിൽ.
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പറയും, നിങ്ങളെ തന്നെ അറിയാതെ നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ഒരു വലിയ സാധ്യതയാണ് നിങ്ങൾ 100% ഓട്ടോമേഷനെ മാത്രം വിശ്വസിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നിങ്ങളെ തന്നെ അറിയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനക്കാരനെ നഷ്ടപ്പെടും. കാരണം ഇതെല്ലാം സിസ്റ്റമൈസ് ചെയ്ത് കംപ്ലീറ്റ് എ ബേസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളും നിങ്ങളുടെ ജീവനക്കാരും തമ്മിലുള്ള ബന്ധം പരിപൂർണമായിട്ടും നഷ്ടപ്പെടും. ആ ഹ്യൂമൻ എലമെന്റ്, ഹ്യൂമൻ ടച്ച് അതില്ലെങ്കിൽ പിന്നെ എന്ത് ബിസിനസ് അല്ലേ? കാരണം അൾട്ടിമേറ്റ്ലി അവിടെയാണ് എല്ലാം എത്തി നിൽക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ പെട്ടിയിൽ പൈസ വീണാൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ശരിയല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ പെട്ടിയിൽ പൈസ വീണാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമുക്കുള്ളത് ചിലപ്പോൾ 8-10 കസ്റ്റമേഴ്സ് ആയിരിക്കും. ആ 10 കസ്റ്റമറിൽ ചിലപ്പോൾ 2 കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മളുടെ ബിസിനസിന്റെ 80% തരുന്നുണ്ടാവുക. ശരിയല്ലേ? ഇതാണ് ഏറ്റവും പ്രധാനമായി ഒഴിവാക്കേണ്ടത്. നിങ്ങളുടെ ബിസിനസിന്റെ 80% ബിസിനസ്സും വരുന്നത്, ടേൺ ഓവറും വരുന്നത് 2-3 കസ്റ്റമർ, അല്ലെങ്കിൽ 80% ബിസിനസ്സും 20% കസ്റ്റമറിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഡേഞ്ചറസ് സൈനാണ്. ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ നമ്മളുടെ ഏറ്റവും വലിയ കസ്റ്റമർ, അതായത് നമ്മളുടെ ബിസിനസിന്റെ 70% ബിസിനസ് തന്നുകൊണ്ടിരുന്നത് ഒരു പർട്ടിക്കുലർ കസ്റ്റമർ ആയിരുന്നു. 24/7 എപ്പോഴും മെഷീൻ ഓടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പാർട്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, മോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഓരോ 3 മാസം കൂടുമ്പോൾ പുതിയ ടൂൾ ഓർഡർ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അവിടെ നമ്മുടെ ഡെസ്പാച്ചിലെല്ലാം ഇരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ മതിമറന്ന് ആഹ്ലാദിച്ച് നടക്കുകയാണ്. ഓക്കെ, പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ആ കസ്റ്റമർക്ക് ഒരു കാര്യമായിട്ടുള്ള ഒരു ക്രൈസിസ് വന്നു. പേയ്മെന്റ് ക്രൈസിസ് വന്നപ്പോൾ അവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. ആ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഓക്കെ, അവർ നമ്മുടെ പേയ്മെന്റ് വലിക്കാൻ തുടങ്ങി. നമുക്ക് തരേണ്ട പേയ്മെന്റ് 90 ദിവസത്തിലാണെങ്കിൽ അവർ 120 ആക്കാൻ തുടങ്ങി, 160 ആക്കാൻ തുടങ്ങി. 6 മാസം വരെ വലിക്കുന്ന സ്ഥിതിവിശേഷം വന്നപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ നമ്മൾ കൈ തൂക്കേണ്ട സ്ഥിതിവിശേഷം വന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മൾ ഇനി നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ പേയ്മെന്റ്, ഈ ബില്ല് ക്ലിയർ ചെയ്താൽ മാത്രമേ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഒരു തുക, ഓക്കെ, അതിന്റെ ഒരു ചെറിയ തുക നമുക്ക് പേയ്മെന്റ് ആയിട്ട് തന്നു. പക്ഷെ അപ്പോൾ തന്നെ അവർ വേറെ ഒരു സപ്ലയറെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. കാരണം അവർ അവർ പ്രശ്നം മണത്തു. അടുത്ത പ്രാവശ്യം ഇതേപോലെ പേയ്മെന്റിന്റെ ക്രൈസിസ് വന്നപ്പോൾ നിങ്ങൾ പേയ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു? എല്ലാ ബിസിനസ്സും ഒരൊറ്റ ദിവസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ ചോദിച്ചോ, നമ്മുടെ മോൾഡെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്താ പ്രശ്നം എന്നുള്ളൂ. പക്ഷെ അവർ ചെയ്തത് എന്തായിരുന്നു? പാരലായിട്ട് വേറെ സപ്ലയറെ ഡെവലപ്പ് ചെയ്ത് ആ സപ്ലയറെ കൊണ്ട് തന്നെ അയാളുടെ ചെലവിൽ മോൾഡ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞ് സ്വന്തമായിട്ട് തന്നെ അവർ ചെയ്യാൻ തുടങ്ങി. നമുക്ക് വലിയ ഒരു തുക ഓക്കെ നമുക്ക് ലഭിക്കില്ല എന്നുള്ള ബാഡ് ഡെപ്റ്റ് എന്നുള്ള നിലയ്ക്ക് പോയി. ഓരോ ദിവസവും പോയി കൈയും കാലും കസ്റ്റമറുടെ പിടിച്ച് ശരിക്കും ഒരു അടിമയെ പോലെ കൈയും കാലും പിടിച്ച് കരഞ്ഞിട്ടൊക്കെയാണ് തരാനുള്ള പൈസയുടെ കുറച്ച് പൈസയെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു നേടാനായത്. അപ്പോൾ നമുക്കൊന്ന് റീവാമ്പ് ചെയ്ത് നോക്കാം. പറഞ്ഞ 3 കാര്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണ്? ഒരിക്കലും കസ്റ്റമറുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലിലേക്ക്, തിക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലയിലേക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 100% സിസ്റ്റം ബേസ്ഡ് ആയിക്കൊണ്ട് 100% ഓട്ടോമേഷൻ ചെയ്യാതിരിക്കുക. അതിൽ ഒരു ഹ്യൂമൻ എലമെന്റ്, ഓട്ടോമേഷൻ ചെയ്യണം വേണ്ട എന്നല്ല, പക്ഷേ അതിന് എപ്പോഴും ഒരു ഹ്യൂമൻ എലമെന്റ് ഉണ്ടായിരിക്കണം. കസ്റ്റമർക്ക് ഒരു ക്രൈസിസിൽ വേറെ എന്തെല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് വിളിച്ചാൽ നിങ്ങൾ കിട്ടുന്ന പോലെ ഒരു ഫെസിലിറ്റിയും പോലെ, അതുമാതിരി നിങ്ങളുടെ ജീവനക്കാർക്ക് നാളെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ബേസ്ഡോ അല്ലെങ്കിൽ സിസ്റ്റം ബേസ്ഡോ മാത്രമല്ലാതെ നിങ്ങൾ അവരുടെ ഒരു പ്രശ്നം നിങ്ങളോട് നേരിട്ട് പറയാനുള്ള സൗകര്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങളുടെ ടോട്ടൽ കസ്റ്റമറിന്റെ 20% കൂടുതൽ ഒരു കസ്റ്റമറും ഉണ്ടാവരുത്. നിങ്ങൾ ടോട്ടൽ ടേൺ ഓവറുടെ 20% കൂടുതൽ ഒരു കസ്റ്റമറും കോൺട്രിബ്യൂട്ട് ചെയ്യരുത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ച ഒരിക്കലും ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. നേരെ നല്ല ഉയർന്ന രീതിയിലേക്ക് തന്നെ നിങ്ങളുടെ വളർച്ച പോകുന്നുണ്ടാവും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണ് എന്നുള്ളത് കമന്റ് ആയിട്ട്
നമ്മൾ ഇതിൽ തന്നെ കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഫോളോ ചെയ്യാൻ മറക്കരുത്.